മലേഗാവ് സ്ഫോടനം നമുക്കറിയാം 2006 31 പേരുടെ മരണത്തിനിടയാക്കിയ സ്ഫോടനമാണ്. അതിനുശേഷം 2008 അവിടെ സ്ഫോടനം ഉണ്ടാവുകയുണ്ടായി. ഈ സ്ഫോടനമൊക്കെ നടത്തിയത് ആരാണ് എന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല എന്നുള്ളതാണ് ഈ വിധിയൊക്കെ സൂചിപ്പിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പലരെയും അറസ്റ്റ് ചെയ്യുന്നു, പലരെയും വിചാരണയ്ക്ക് വിധേയരാക്കുന്നു, പലരെയും വെറുതെ വിടുന്നു. ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ 4 പ്രതികളെ ബോംബെ ഹൈക്കോടതി കുറ്റവിമുക്തരാക്കിയതോടുകൂടി ഈ കേസിൽ ഒരു പ്രതിയും ബാക്കിയില്ലാതായി. അപ്പോൾ ഈ സ്ഫോടനം നടത്തിയത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആദ്യം ഈ കേസിൽ 9 മുസ്ലിം യുവാക്കളെയാണ് അറസ്റ്റ് ചെയ്തിരുന്നത്. പിന്നീടാണ് 2010 മക്ക മസ്ജിദ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അസീം ആനന്ദയെ ചോദ്യം ചെയ്തപ്പോഴാണ് അദ്ദേഹം ഈ മലേഗാവ് സ്ഫോടനത്തിന് പിന്നിൽ ഹിന്ദു തീവ്രവാദ ഗ്രൂപ്പുകളാണ് എന്ന് പറയുകയും തുടർന്ന് അന്വേഷണം ആ നിലയിലേക്ക് പോവുകയും കൂടുതൽ ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ഈ മുസ്ലിം യുവാക്കളെ വെറുതെ വിടുകയും ഒക്കെ ചെയ്തത്. അങ്ങനെ ഈ കേസിൽ പല ഏജൻസികൾ പലതരത്തിലുള്ള അന്വേഷണം നടത്തിയെങ്കിലും ഏറ്റവും ഒടുവിലുണ്ടായിരുന്ന ഈ 4 പ്രതികൾ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞ വിചാരണ കോടതി തെളിയിച്ച 4 പേരെയും വെറുതെ വിട്ടുകൊണ്ട് ബോംബെ ഹൈക്കോടതി ഇപ്പോൾ വിധി പ്രസ്താവിച്ചു. ജിമ്മി, മലേഗാവ് സ്ഫോടനം 31 ആൾ മരിച്ചിട്ടുണ്ട്. അവിടെ വലിയ സ്ഫോടനം നടന്നിട്ടുണ്ട്. ഒരുപാട് കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട്. വാഹനങ്ങൾ അഗ്നിക്കിരയായിട്ടുണ്ട്. പക്ഷേ ഇത്ര വർഷങ്ങൾക്ക് ശേഷം 20 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഒരു പ്രതി പോലും ആ കേസിലില്ല. ആരാണ് ചെയ്തതെന്നറിയില്ല. ഒരു പുനരന്വേഷണത്തിനെങ്കിലും ഉത്തരവിടാൻ ബോംബെ ഹൈക്കോടതി തയ്യാറാവേണ്ടതുള്ളതാണ്. അല്ല, അതിൽ അത്ഭുതം എന്താ, ബാബറി മസ്ജിദ് തകർത്തതാരാ? ആരുമില്ല. അത് തന്നെ ഇടിഞ്ഞു വീണാണല്ലോ. ഒരു ആൾ പോലും ശിക്ഷിക്കപ്പെട്ടില്ല. എന്താ പറയുക, അസംഖ്യം ലോകത്തിൻ്റെ മുമ്പിൽ ലൈവായിട്ട് BBC ഒക്കെ കുറേ ഭാഗങ്ങളൊക്കെ സംപ്രേഷണം ചെയ്ത ആയിരക്കണക്കിന് ഫോട്ടോഗ്രാഫ്സ് ഉള്ള ഒരുപാട് ആളുകൾ നേരിട്ട് കണ്ട ആ സംഭവത്തിൽ ഒരു പ്രതി പോലും ശിക്ഷിക്കപ്പെട്ടില്ല. എല്ലാവരും രക്ഷിക്കപ്പെട്ടു. അപ്പോൾ പിന്നെ ഇതിലെന്താ അത്ഭുതം? ഈ മാലേഗാവ് സ്ഫോടനത്തിൻ്റെ ഒരു പ്രത്യേകത, ഇന്ത്യയിലെ റൈറ്റ് വിങ് ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ നടത്തിയ നിരവധി ബോംബ് സ്ഫോടനങ്ങളിൽ ഇതുകൂടെ ആകുമ്പോഴേക്കും മിക്കവാറും എല്ലാ കേസുകളിലും പ്രതികൾ പൂർണ്ണമായും കുറ്റമുക്തരാക്കപ്പെട്ടു എന്നുള്ളതാണ്. മെക്ക മസ്ജിദ് കേസ് ഒന്ന്, സംഝോത എക്സ്പ്രസ് ഒന്ന്, പിന്നെ അജ്മീറിലെ ബോംബ് ബ്ലാസ്റ്റ് ഒന്ന്, മാലേഗാവ് ഒന്ന്. മാലേഗാവിലെ 2009 ബോംബ് ബ്ലാസ്റ്റിൽ ആണ് മറ്റേ സാധ്വി പ്രഖ്യാ സിംഗ് ഠാക്കൂർ ഉണ്ടായിരുന്ന അത് നേരത്തെ വിട്ടുപോയ കേസാണ്. അപ്പോൾ എല്ലാ കേസുകളും കഴിഞ്ഞു. അതാണ് ഇന്നത്തെ വിധിയുടെ പ്രത്യേകത. എല്ലാം അവസാനിച്ചു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അത്ഭുതകരമായി തോന്നുന്ന ഒരു കാര്യം, അറസ്റ്റ് ചെയ്യപ്പെട്ട 9 മുസ്ലിം യുവാക്കൾ അവർ സിമിയുമായി ബന്ധപ്പെട്ട ചെറുപ്പക്കാരാണ്. അവർ 2016 കേട്ടോ കുറ്റമുക്തരാക്കപ്പെടുന്നത്. ഈ അസിമാനന്ദയുടെ ഈ റൈറ്റ് വിങ്ങിൻ്റെ കൺഫെഷൻ വരുന്ന സമയത്ത് പോലും ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം 2016 ആയപ്പോഴാണ് വെറുതെ വിടുന്നത്. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട വിഷയം, എങ്ങനെയാണ് ഈ കേസിൽ, അതായത് മാലേഗാവ് സ്ഫോടന കേസിൽ ഇത് എങ്ങനെയാണ് വെളിയിൽ വരുന്നത്? ഇത് ആദ്യം ATS ആണ്, മഹാരാഷ്ട്രയിലെ ATS ആണ്, ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ്, അങ്ങനെ തോന്നുന്നു അവരുടെ പേര്, ഹേമന്ത് കർക്കറെയൊക്കെ ഉണ്ടായിരുന്ന അവരാണ് ഇത് ആദ്യം പിടിക്കുന്നത്. ക്രൈം നമ്പർ 7/2006 ആണ് കേസ്. സെപ്റ്റംബറിലാണ് ഈ സ്ഫോടനം നടക്കുന്നത്. 3 സ്ഥലങ്ങളിൽ ഒരു ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വേളയിൽ 3 സ്ഥലങ്ങളിൽ നടന്ന സ്ഫോടനമാണ്. ഈ സ്ഫോടനത്തിൽ അന്നത്തെ കഥകളൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. ഈ സ്ഫോടനം നടന്നതിന് ശേഷം ഇത് സത്യത്തിൽ സമുദായ സ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ്. 9 പേരെ പിടിക്കുന്നതിൽ 3 പേർക്ക് പാകിസ്ഥാനിൽ ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞ് വലിയ രസകരമായ കഥകളാണ്. അതിനുശേഷം CBI ഏറ്റെടുക്കുന്നു. CBI ഇത് ചാർജ് ഷീറ്റിലേക്ക് പോവുകയാണ്. പിന്നെ തെളിവ് ഭയങ്കരമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഈ സമയത്താണ് മെക്ക മസ്ജിദ് സ്ഫോടനവും സംഝോത എക്സ്പ്രസ് സ്ഫോടനവും ഒക്കെ ബന്ധപ്പെട്ടുള്ള വേറെ ചില അന്വേഷണങ്ങൾ നടക്കുകയും സ്വാമി അസീമാനന്ദ പിടിയിലാകുകയും ചെയ്തത്. അസീമാനന്ദ കോടതിയിൽ കൺഫസ് ചെയ്തതാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത്. അതായത് അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞ് അവർ നേരെ കൊണ്ടുവന്ന് കോടതിയിൽ കൺഫസ് ചെയ്യിപ്പിച്ചു. ഇനി അത് മാത്രമല്ല, കാരവൻ്റെ ഒരു ജേർണലിസ്റ്റ്, അവർ മലയാളിയാണ്, അവർ അസീമാനന്ദയുമായി 4 തവണ ഏതാണ്ട് 26 മണിക്കൂറിൻ്റെ വെറും വാക്കാലുള്ള സംഭാഷണമല്ല, ഓഡിയോ റെക്കോർഡറായിട്ടുള്ള അവരുടെ സംഭാഷണമുണ്ട്. അതിനകത്ത് അസീമാനന്ദ കൺഫസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചെയ്തു, അത് ഞങ്ങളാണ് ചെയ്തത്. ഈ അസീമാനന്ദ വെറും കക്ഷി, അയാൾ കേരളത്തിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അയാൾ കേരളത്തിൽ വന്നിട്ടുണ്ട്, കണ്ണൂരിൽ കമ്മ്യൂണിസ്റ്റുകാരാൽ വേട്ടയാടപ്പെടുന്ന RSS സഹോദരങ്ങളെ കണ്ടിട്ടുണ്ട്, ജയിലിൽ പോയിട്ടുണ്ട്, അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. വർക്കല വന്ന് താമസിച്ചിട്ടുണ്ട്. സംഘത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ വന്നതെന്നാണ് കാരവൻ്റെ ഇൻ്റർവ്യൂവിൽ പറയുന്നത്. ആദിവാസി സമരം നടക്കുമ്പോൾ CK ജാനുവിനെ പോയി കണ്ടിട്ടുണ്ട്. ഒരുപാട് കാലം എല്ലാം ഞാൻ സംഘത്തിൻ്റെ പ്രതിനിധിയായി വരുന്നതാണ്. ഗുജറാത്തിലെ ആദിവാസി മേഖലയിലായിരുന്നു, ഡാഗിലാണ് പുള്ളി പ്രവർത്തിക്കുന്നത്. ഡാഗിലെ ക്രിസ്ത്യൻ കൺവേർഷനെതിരെയാണ് ആശാൻ്റെ പണി തുടങ്ങുന്നത്. സംഘം അയച്ചതാണെന്നാണ് പറയുന്നത്. വനവാസി കല്യാൺ യോജന, അങ്ങനെ എന്തോ ഒരു കല്യാൺ പരിഷത്ത് യോജന എന്ന് പറയുമ്പോൾ പദ്ധതിയായിപ്പോൾ പദ്ധതിയാണ്. അപ്പോൾ അങ്ങനെ പോയി സംഘത്തിൻ്റെ ആളാണ് എന്ന് മാത്രമല്ല, ഇത് സംഘത്തിലുള്ള ആളുകളുടെ അറിവോട് കൂടിയാണ് എന്ന മട്ടിലാണ് കാരവൻ്റെ ആ ആർട്ടിക്കിൾ വരുന്നത്. അപ്പോൾ ഈ തെളിവുകളൊക്കെ നിങ്ങൾ എവിടെ കൊണ്ട് കുഴിച്ചിടും?
മനുഷ്യന് സംഭവം ശരി, കോടതിയാണ്, തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടുന്നു. പക്ഷേ കൺഫസ് ചെയ്ത ഒരാളുടെ കോടതിയിലെ മൊഴി ഒരു ജേർണലിസ്റ്റിനോട് സ്വമേധയാ ഞാൻ റെക്കോർഡ് ചെയ്യുകയാണെന്ന് പറഞ്ഞ്, ഞാൻ ജേർണലിസ്റ്റാണ്, നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഇൻ്റർവ്യൂ നടക്കുന്നത്. 4 തവണയായി 26 മണിക്കൂറിൻ്റെ റെക്കോർഡഡ് ഫുട്ടേജ്. ഇതെവിടെ കൊണ്ട് നിങ്ങൾ തള്ളും? ഇതെവിടെ കൊണ്ട് താത്തും? ഇത് ആരോട് ചോദിക്കാനാണ്? ഇതാണ് ഇതിനകത്തെ ഒരു ഐറണി. ഇന്ത്യയിൽ ഒരുപാട് സ്ഫോടന കേസുകളിൽ ഇപ്പോൾ ഈ അസിമാനന്ദ, അതിന് മുമ്പ് ഈ അസിമാനന്ദ കൺഫസ് ചെയ്തില്ല എന്ന് വിചാരിക്കുക. നമ്മളിപ്പോൾ ഈ 9 ചെറുപ്പക്കാർ ജയിലിൽ കിടന്ന് അവരിപ്പോൾ പുറത്തിറങ്ങി വരേണ്ട സമയമായിക്കാണ്, 10 ചിലപ്പം അതിലും വലിയ ശിക്ഷയായിരിക്കും, ജീവപര്യന്തം അങ്ങനെ പോകേണ്ട ഒരു സംഭവമായിരുന്നു. അതാണ് അവസാനം വരുന്നതും എൻ ഐ എ അന്വേഷണത്തിലേക്ക് വരികയൊക്കെ ചെയ്തത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫൈനൽ ഇത് വന്നിട്ടില്ല, ഈ കോടതി വിധിപ്പകർപ്പ് നോക്കിയിട്ട് കിട്ടിയില്ല, അത് വന്നില്ല. പക്ഷേ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ആദ്യം ATS 9 മുസ്ലിം ചെറുപ്പക്കാരാണ്, സംഘടനയുടെ ആളുകളാണ് ചെയ്തതെന്ന് പറയുന്നു. ഇപ്പുറത്ത് നിങ്ങൾ പറയുന്നു ഹിന്ദു റൈറ്റ് വിങ് ഗ്രൂപ്പിലെ 4 പേരാണ് ചെയ്തതെന്ന് പറയുന്നു. ഇത് തമ്മിൽ ശരിയാകുന്നില്ല, തെളിവില്ല, അതില്ല, ഇതില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. എങ്ങനെയാണെന്ന് അറിയാമോ? സാധ്വി പ്രജ്ഞ ഇതുപോലെ തന്നെ മാലേഗാവ് 2009 സ്ഫോടനം, അതിൽ ഊരിപ്പോയത് എങ്ങനെയാണെന്ന് അറിയാമോ? ഈ സ്വാമിയാർ ബൈക്ക് ഓടിക്കും, അപ്പം ഒരു ബൈക്കിലാണ് ഈ സ്ഫോടക വസ്തു വെച്ചത്. പക്ഷേ സ്ഫോടനമുണ്ടായത് ഈ ബൈക്കിൽ വെച്ച സ്ഫോടക വസ്തു കൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല. സ്ഫോടനം ഉണ്ടായി, ബൈക്ക് അവിടെ ഉണ്ടായിരുന്നു, ബൈക്കും കത്തിയിട്ടുണ്ട്. പക്ഷേ സ്ഫോടനം ബൈക്കിൽ നിന്നാണ് എന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ ഫ്ലിംസി ഗ്രൗണ്ടിലാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. ഓഫ് കോഴ്സ് ഇത് ഇവിടെ മാത്രമല്ല, ഇപ്പോൾ കോയമ്പത്തൂർ സ്ഫോടന കേസ് മദനി രക്ഷപ്പെട്ടിട്ടുണ്ട്. മദനി ഇതേ വാദം തിരിച്ചു ചോദിക്കാം, അപ്പം മദനി രക്ഷപ്പെട്ടില്ലേ എന്ന് ചോദിക്കാം. പക്ഷേ ഇവിടെ നിങ്ങളുടെ മുമ്പിലൊരു കൺഫെഷൻ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഒന്നല്ല 2 തവണ, ഒന്ന് കോടതിയിൽ, മറ്റൊന്നൊരു ജേർണലിസ്റ്റുകൾക്ക് മുമ്പിൽ. ഒരു നീതിന്യായ സംവിധാനവും ഒരു സർക്കാരും ന്യായം ചെയ്താൽ മാത്രം പോരാ, ന്യായം നടത്തിയെന്ന് ജനങ്ങൾ കൂടി ബോധ്യപ്പെടണം. അപ്പോഴാണ് സിസ്റ്റത്തിലുള്ള വിശ്വാസം വരിക. 20 വർഷം കഴിഞ്ഞ് കൊല്ലപ്പെട്ട 31 പേരുടെ, 400 പരിക്കേറ്റ 400 ചില്ലുവാൻ ആളുകളുടെ ഒരു കാത്തിരിപ്പിന് ആര് സമാധാനം പറയും? ആരാണ് ഈ സ്ഫോടനം നടത്തിയത്? അറിയില്ല. ഇതുപോലെ തന്നെയാണ് കോയമ്പത്തൂർ സ്ഫോടന കേസും, അത് ഞാൻ ചേർത്ത് തന്നെ പറയും. പക്ഷേ ഇതിനകത്തൊക്കെ ഒരു നീതിയില്ലായ്മയുടെ പ്രശ്നമുണ്ട്. ഈ സാധ്വി പ്രജ്ഞ കേസ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ പ്രതിയായിരിക്കുമ്പോഴാണ് BJP ഇവരെ ഭോപ്പാലിൽ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി ജയിപ്പിച്ചെടുത്തത്. വേറെ ഏതെങ്കിലും സംഘടനയായിരുന്നെങ്കിൽ 2019 ഇപ്പോൾ ഇല്ല, ഇപ്പം ഭോപ്പാലിൽ വേറെ കേസ് 2019 വേറെ ഏതെങ്കിലും ഒരു സംഘടനയായിരുന്നെങ്കിൽ, ഒരു തീവ്രവാദ കേസിൽ, ഒരു ബോംബ് ബ്ലാസ്റ്റ് കേസിലെ പ്രതിയെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുന്ന സാഹചര്യം ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. നാട്ടിൽ എന്തായതിനെ സ്ഥിതി, എന്തൊക്കെയായിരുന്നതിനെ ബഹളം, എന്തൊക്കെയായിരുന്നതിനെ പുകാർ, അതൊന്നും പ്രശ്നമല്ല, അതൊക്കെ നോർമലാണ്. അത് അവർ ചെയ്തു, അത് BJP ആണ്, അത് മോദി തീരുമാനിച്ചെന്നായിരിക്കും മാക്സിമം പറയുമ്പോൾ അതങ്ങനെയാണ്. അപ്പോൾ അത്രയ്ക്ക് ഉറപ്പായിരുന്നു ഇവരൊക്കെ രക്ഷപ്പെടും എന്നുള്ളത്. പണ്ട് ഈ രാമജന്മഭൂമി കേസിൽ വിധി വരുന്നതിൻ്റെ തലേദിവസം ഇന്ത്യയിലെ ചാനലുകൾ മുഴുവൻ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ ചാനലുകൾ മുഴുവൻ രാമക്ഷേത്രത്തിൻ്റെ സെറ്റൊക്കെ ഇട്ട് പണി, ഞാൻ ഡൽഹിയിൽ ഞാൻ കണ്ടതാണ്, സെറ്റൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. സ്റ്റുഡിയോയിൽ സെറ്റിൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ വിധി ഇത്ര ഉറപ്പാണോ? നമുക്കറിയില്ല, പക്ഷേ എല്ലാവരും റെഡിയായിരുന്നു. കേരളത്തിൽ ഒരു ചാനലുണ്ടായിരുന്നു. ആണല്ലേ? ഓക്കെ. അത്ര കൃത്യമായിട്ട് നമ്മുടെ നാട്ടിലെ നീതിന്യായ സംവിധാനങ്ങളെക്കുറിച്ച് സംശയങ്ങൾ കൂടി വരുന്ന ഒരു വല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ ജനങ്ങൾക്ക് നീതി നടപ്പിലായി എന്ന ബോധ്യം നിങ്ങൾക്ക് കൊടുക്കാനായില്ലെങ്കിൽ, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ കോടതിയുടെ കാര്യത്തിൽ നമ്മൾ പറയുകയാണ്, ജനത്തിന് ഇതിനോടുള്ള വിശ്വാസം പോയാൽ എന്തായി തീരും നമ്മൾ എന്നുള്ളത്. അത് ചുറ്റോട്ടത്തൊക്കെ നോക്കിയാൽ മതി, ബംഗ്ലാദേശിൽ നോക്കിയാൽ മതി, പാകിസ്ഥാനിൽ നോക്കിയാൽ മതി, ബാക്കിയുള്ള ഫെയിലിംഗ് സ്റ്റേറ്റുകൾ മുഴുവൻ നോക്കിയാൽ മതി. അതിൻ്റെ തുടക്കം ഇവിടെ നിന്നാണ്. നമ്മൾ ഈ ബോംബ് സ്ഫോടനങ്ങൾ, അതിൽ ഉണ്ടാകുന്ന കോടതി വിധികൾ ഔട്ട് ഓഫ് ഫോക്കസിൽ ഒരു പക്ഷേ ഏറ്റവും അധികം ചർച്ച ചെയ്തൊരു വിഷയമായിരിക്കും. അതിൽ കാണേണ്ട ഒരു കാര്യം, ഈ മലേഗാവ് അല്ലെങ്കിൽ സംഝോത, മെക്ക മസ്ജിദ്, ഇത് മാത്രമല്ല ഞാൻ പറയാം, 2004 മുതൽ 2014 വരെ UPA ഗവൺമെൻറ് അധികാരത്തിലുണ്ടായിരുന്ന കാലത്ത് ഉള്ള ഒരു സീക്വൻസ്, ഒരു കോമൺ പാറ്റേൺ ഉണ്ട്. നിശ്ചിത ഇടവേളകളിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ സ്ഫോടനങ്ങൾ ഉണ്ടാകുക. ഒരുപാട് മുംബൈയിൽ, പിന്നെ മലേഗാവ്, ഹൈദരാബാദ്, അഹമ്മദാബാദ്, ഇൻഡോർ, ഇങ്ങനെ നിരവധി നഗരങ്ങൾ, ഡൽഹിയിൽ, അജ്മീർ, ജയ്പൂർ, ഇങ്ങനെ നിരന്തരം സ്ഫോടനങ്ങൾ ഉണ്ടാവുക, ദുരൂഹമായ സ്വഭാവത്തിൽ സ്ഫോടനങ്ങൾ ഉണ്ടാവുക. അതിൽ പല സന്ദർഭങ്ങളിലും അതെന്തെങ്കിലും ഒരു ഇലക്ഷൻ, ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഇലക്ഷനോ അല്ല വേറെ എന്തെങ്കിലും ഇലക്ഷനോ വരുന്ന അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലായിരിക്കും, അല്ലെങ്കിൽ BJP ഏതെങ്കിലും തലത്തിലൊരു പൊളിറ്റിക്കൽ ക്രൈസിസിലുണ്ടാകുന്ന സമയത്തൊക്കെയാണ് ഈ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് അതിനുണ്ടാവാറുണ്ട്. മുംബൈ ആക്രമണം പോലും നടക്കുന്ന പശ്ചാത്തലം നമുക്കറിയാം. ഹേമന്ത് കർക്കരെ ഈ ATS രൂപീകരിച്ച് ഈ സാഫ്രൺ ബ്രിഗേഡ്, ടെറർ ബ്രിഗേഡിനെതിരായിട്ടുള്ള മൂവ് ശക്തിപ്പെടുത്തുന്ന സന്ദർഭത്തിലാണ് മുംബൈ ടെറർ അറ്റാക്ക് ഉണ്ടാകുന്നത്. അങ്ങനെ
നിരന്തരമായിട്ട് ഈ സ്ഫോടനങ്ങളുണ്ടാവും. ഓരോ സ്ഫോടനം കഴിയുമ്പോഴും അതിൽ ഒരു കോമൺ പാറ്റേൺ ഞാൻ പറയുന്നത്. ഓരോ സ്ഫോടനം കഴിയുമ്പോഴും അടുത്ത ദിവസം ദ വെരി നെക്സ്റ്റ് ഡേ ദ ഹിന്ദു പത്രത്തിൽ 8 കോളം അനാലിറ്റിക്കൽ സ്റ്റോറി ഉണ്ടാവും. ആരുടെ? പ്രവീൺ സ്വാമിയുടെ. ഉണ്ട് എല്ലാം. ഈ മലേഗാവ് സ്ഫോടനത്തെക്കുറിച്ച്, മെക്ക മസ്ജിദ് സ്ഫോടനത്തെക്കുറിച്ച് പ്രവീൺ സ്വാമിയുടെ ഇതുണ്ടായിരുന്നു. അത് പിന്നെ ബാംഗ്ലാദേശ് ട്രെയിൻഡ് വഹാബി ടെററിസ്റ്റുകളാണ് ചെയ്തത്. ഹുജി എന്നാണ്, ഹർക്കത്തുൽ ജിഹാദുൽ ഇസ്ലാമി. ബാംഗ്ലാദേശിൽ ട്രെയിൻഡാണ് അവർ, വഹാബി ടെററിസ്റ്റുകളാണ്. അവരെന്തിനാണ് പള്ളിയിൽ ബോംബിടുന്നത്? അത് മക്ക മസ്ജിദ് എന്ന് പറയുമ്പോൾ അതിൽ ഷിർക്കിൻ്റെ അംശങ്ങളുണ്ട്. അപ്പോൾ അത് പറ്റില്ല എന്നുള്ളതാണ് ഇവരുടെ ഡോക്ട്രിൻ. അപ്പോൾ ഡോക്ട്രിനൽ ഇസ്ലാമിൻ്റെ ആളുകളാണ് അവർ. അത് ഇമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നടത്തിയിട്ടുള്ള ആക്രമണമാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഗംഭീര പ്ലോട്ടായിരിക്കും. അടിപൊളി തിരക്കഥ വെച്ചിട്ട് ഈ ചങ്ങായി എന്ത് ചെയ്യുന്നു വെച്ചാൽ 8 കോളം സ്റ്റോറി. അത് എൻ റാം എഡിറ്ററായിട്ടുള്ള ദ ഹിന്ദുവിലാണ് വരുന്നത്. ഓരോ സ്ഫോടനത്തിന് ശേഷവും പ്രവീൺ സ്വാമിയുടെ ലേഖനം ഉണ്ടാവും. ഈ മനുഷ്യൻ പിന്നെ എവിടെ പോയി എന്നുള്ളൊരു സംഗതി കൂടെ ഉണ്ട്. അന്ന് ദ ഹിന്ദുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 അട്രാക്ഷൻ എന്ന് പറയുന്നത്, ഒന്ന് ഈ പ്രവീൺ സ്വാമിയുടെ ഇതാണെങ്കിൽ, പിന്നെ നമ്മുടെ സായിനാഥിൻ്റെ റൂറൽ റിപ്പോർട്ടിംഗ് ഉണ്ടാവും. മറ്റേ വിദർഭയിലെ ക്രൈസിസ്, അവിടുത്തെ ഫാമർ സൂയിസൈഡ്, അത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ 2 എണ്ണമാണ് അതിൽ പ്രധാനപ്പെട്ട കണ്ടൻറ്റുകളായിട്ട് വരുന്നത്. അപ്പോൾ ഈ ചങ്ങായി ഒരു സ്റ്റോറി ഉണ്ടാക്കും, അതിനനുസരിച്ച് പോലീസ് അറസ്റ്റുകളുണ്ടാവും. പിന്നെ അവസാനം ഒരു 2014 ആകുമ്പോഴേക്കും ഈ പ്രവീൺ സ്വാമിയെ തന്നെ കാണുന്നില്ല. ആളിപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയില്ല. ഏതായാലും ഹിന്ദുവിൽ ആൾ എഴുതുന്നില്ല. ഇതൊരു സ്ഥിരം പാറ്റേൺ ആയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു. അന്ന് ഓരോ സ്ഫോടനം നടക്കുമ്പോൾ പോലീസ് എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘം ഉണ്ടാവും. അവർ വ്യാപകമായിട്ട് മുസ്ലിം ചെറുപ്പക്കാരെ പൊക്കിക്കൊണ്ടുപോകും. നല്ലൊരു ശതമാനവും എഡ്യൂക്കേറ്റഡായ മുസ്ലിം യങ്സ്റ്റേഴ്സാണ്. വ്യാപകമായ അറസ്റ്റുകൾ നടക്കും. ആ അറസ്റ്റിനെതിരെ എന്തെങ്കിലും സംശയങ്ങൾ ഉന്നയിക്കാനോ ചോദ്യങ്ങൾ ചോദിക്കാനോ പറ്റാത്ത ഒരു അന്തരീക്ഷം മാധ്യമങ്ങൾ സൃഷ്ടിക്കും. ഈവൻ ബാർ കൗൺസിലുകൾ വരെ ഞങ്ങൾ ആ കേസ് ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞ സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. അവൻ ഒരിക്കലും ഒരു പ്രൊഫഷണൽ എത്തിക്സ് പ്രകാരം സംഭവിക്കാനേ പാടില്ലാത്തതാണ്. പക്ഷേ ഇത്തരം സ്ഫോടന കേസുകളുണ്ടാകുന്നു, പോലീസ് ആളുകളെ പൊക്കിയെടുക്കുന്നു. അവർക്ക് ലീഗൽ ഡിഫൻസ് ഒരുക്കാൻ പോലും ആളുകളില്ലാത്ത അവസ്ഥ. ആ സന്ദർഭത്തിലാണ് മുംബൈയിലെ ചെറുപ്പക്കാരൻ ഷാഹിദ് ആസ്മി രംഗത്ത് വരുന്നത്. ഷാഹിദിൻ്റെ ചരിത്രം വളരെ ഈ വിഷയം പഠിക്കുമ്പോൾ പ്രധാനപ്പെട്ടതാണ്. ഷാഹിദ് 16-ാം വയസ്സിൽ ജയിലിൽ പോയ ആളാണ്. മുംബൈ കലാപ സമയത്ത് തിഹാർ ജയിലിൽ ഇരുന്നിട്ടാണ് അവൻ പഠിക്കുന്നത്. 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും പാസ്സാവുന്നത്. അവിടെ നിന്ന് ജയിലിലിരുന്ന് ലോ പഠിച്ച ആളാണ്. ജയിലിൽ നിന്ന് ഇറങ്ങി അവൻ്റെ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഫാൾസ്ലി അക്യൂസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി വാദിക്കുക. അങ്ങനെ ഈ മുംബൈ 26/11 കേസുണ്ടല്ലോ, മുംബൈ ഭീകരാക്രമണം, അതിലെ പ്രതികൾക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടി ആഫീസിൽ ഇറങ്ങുമ്പോഴാണ് ഷാഹിദിനെ വെടിവെച്ച് കൊല്ലുന്നത്. ഷാഹിദിനെ കുറിച്ച് സിനിമയുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നതാണ്, കഴിഞ്ഞ 1-2 വർഷമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്, ഈ വക കേസ് മലേഗാവും സംശോധിത് മാത്രമല്ല, ഈ കേസ് ജയ്പൂർ സ്ഫോടനം, ഇൻഡോർ സ്ഫോടനം, ഈവൻ 26/11, ഇതിലെല്ലാം പ്രതികൾ വെറുതെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രതികൾക്ക് എന്താണ്, അവർക്ക് നേരത്തെ ട്രയൽ കോർട്ട് വിധിച്ച ശിക്ഷയിൽ ഇളവ് വരുത്തൊന്നുമല്ല, വെറുതെ വിടുകയാണ്. അപ്പോൾ മുംബൈ സീരിയൽ ട്രെയിൻ ബ്ലാസ്റ്റ്, അതാണ് ഏറ്റവും ഒടുവിൽ സമ്പൂർണ്ണമായി എല്ലാവരും കുറ്റവിമുക്തരാകപ്പെട്ടു. അതിൽ പ്രതിയായി 12 വർഷം ജയിലിൽ കിടന്ന വാഹിദ് ഷെയ്ഖ് എന്ന് പറഞ്ഞ ഒരാൾ, എൻ്റെ സുഹൃത്താണ്. അവന് പുസ്തകം എഴുതിയിട്ടുണ്ട്, ബേഖുന ഖെയ്ദി എന്ന് പറഞ്ഞിട്ട്. ബേഖുന ഖെയ്ദി എന്ന് പറഞ്ഞാൽ അന്യായ തടവുകാരൻ. വാഹിദ് ഷെയ്ഖിൻ്റെ ജീവിതത്തെക്കുറിച്ചൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, ഹിമോലിംഫ് എന്ന പേരിൽ. രക്തകുടിയന്മാർ എന്നാണ് അതിൻ്റെ അർത്ഥം. നോക്കൂ, ഇന്ത്യയിൽ ഇങ്ങനെ 10, 12, 13 വർഷം ഫാൾസ്ലി അക്യൂസ്ഡായി ജയിലിൽ കിടന്ന മനുഷ്യർ എഴുതിയ പുസ്തകങ്ങളുടെ എണ്ണം ഏതാണ്ട് 15 കഴിഞ്ഞു. അത് ഇന്ത്യൻ ഒരു ലിറ്റററി ശാഖയായിട്ട് വേണമെങ്കിൽ വികസിച്ചു പറയും. 15ഓളം പുസ്തകങ്ങൾ ഇങ്ങനെ പല ജയിലുകളിൽ കിടന്നിട്ട് പിന്നീട് സമ്പൂർണ്ണ കുറ്റവിമുക്തരായി പുറത്താക്കപ്പെട്ട ആളുകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ആ കാലമുണ്ട്. ആ കാലത്ത് ഇതിനെക്കുറിച്ച് ആർക്കും സംസാരിക്കാൻ, വെറുതെ വിട്ട 4 പേര് ജാമ്യത്തിലായിരുന്നു. ഈ ആർക്കും സംസാരിക്കാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല. സംസാരിക്കുന്നവർ ടെററിസ്റ്റുകളാകുന്ന അന്ന്. പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, പ്രകാശ് കാരാട്ടിൻ്റെ നേതൃത്വത്തിലൊരു സംഘം അന്ന് രാഷ്ട്രപതിയെ പോയി കണ്ടിരുന്നു. ഈ ഏർപ്പാട് അവസാനിപ്പിക്കണം. ഇങ്ങനെ നിരപരാധികളായിട്ടുള്ള മുസ്ലിം ചെറുപ്പക്കാരെ രാജ്യവ്യാപകമായി പൊക്കിക്കൊണ്ടുപോകുന്ന പരിപാടി അത് ശരിയല്ല. സൂക്ഷ്മമായ പരിശോധനയും അന്വേഷണവും എല്ലാ വിഷയങ്ങളും നടക്കണമെന്ന് പറഞ്ഞിട്ട് ആ സംഘം രാഷ്ട്രപതിയെ പോയി, പിന്നെ CPM-ൻ്റെ ജനറൽ സെക്രട്ടറി, CPI-യുടെ ജനറൽ സെക്രട്ടറി, ഫോർവേഡ് ഇടതുപക്ഷ കക്ഷികളുടെ സംയുക്ത പ്രതിനിധി സംഘമായിരുന്നു. അത് ഞാൻ പറയുന്നു, ആ ഒരു വിങ്ങിക്കെട്ടിയ അന്തരീക്ഷത്തിൽ എല്ലാവരും സംസാരിക്കാൻ ഭയപ്പെടുന്നൊരു സന്ദർഭത്തിൽ ഒരു ഭയങ്കര ബ്രേക്കിംഗ് ആയിരുന്നു, ഒരു സൈലൻസ് ബ്രേക്ക് ചെയ്യുന്നൊരു സന്ദർഭമായിരുന്നു. പിന്നെ മുസ്ലിം സംഘടനാ പ്രതിനിധികൾ അവർ
പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി ചിദംബരത്തെ പോയി കാണുന്നുണ്ട്. ചിദംബരം അവരോട് മോശമായി പെരുമാറിയെന്ന പരാതി അവർക്കുണ്ട്. അവർ പ്രധാനമന്ത്രിയെ പോയി കാണുന്നുണ്ട്. അവരന്ന് ഉന്നയിച്ചൊരു ഒരു ഡിമാൻഡ് എന്തായിരുന്നു അറിയോ? ഈ സ്ഫോടനങ്ങളെക്കുറിച്ചൊക്കെ ഒരു വൈറ്റ് പേപ്പർ, ധവളപത്രം പുറത്തിറക്കണം. ഈ നടന്ന സ്ഫോടനങ്ങളെക്കുറിച്ച് എല്ലാ മുസ്ലിങ്ങൾ നടത്തിയതെന്ന് പറയപ്പെടുന്നതാകട്ടെ, റൈറ്റ് വിങ് നടത്തിയതെന്നായി പറയപ്പെടുന്നതാകട്ടെ, ധവളപത്രം പുറത്തിറക്കണം എന്നായിരുന്നു. പക്ഷെ അതൊന്നും ആരും കേട്ടില്ല. പക്ഷേ ഇപ്പോൾ നോക്കൂ, എല്ലാ കേസുകളിലും ആളുകളെ സമ്പൂർണ്ണമായി കുറ്റവിമുക്തരാക്കുകയാണ്. ഇപ്പോൾ സീരിയൽ ട്രെയിൻ ബ്ലാസ്റ്റ്, ഡസൻ കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട സംഭവമാണല്ലോ. അതിലാരും പ്രതികളില്ല ഇപ്പോൾ. പക്ഷെ സ്ഫോടനം നടന്നിട്ടുണ്ടല്ലോ, ഒരുപാട് മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ. ആരോ ഒരാളെ നടത്തിയിട്ടുണ്ടാവില്ല. അതാരാണ്? അതറിയേണ്ടുന്ന പ്രാഥമികമായ അവകാശം ചുരുങ്ങിയത് ഈ കൊല്ലപ്പെട്ട ആളുകളുടെ ബന്ധുക്കൾക്കില്ലേ? പക്ഷെ അത് നടക്കുന്നില്ല. നിരവധി സ്ഫോടന കേസുകൾ, നിരവധി ആളുകൾ കൊല്ലപ്പെട്ട സ്ഫോടന കേസുകൾ, ആരും, ജയ്പൂർ സ്ഫോടനം, ആരുമില്ല, ഒരു പ്രതിയുമില്ല, എല്ലാവരും കുറ്റവിമുക്തരാകും. ഇതെങ്ങനെ സംഭവിക്കും? ആരെങ്കിലും ഒരാൾ ഉണ്ടാവണമല്ലോ. ഹൂ ഈസ് ദാറ്റ്? അല്ലെ, ഹൂ പ്ലേഡ് ബിഹൈൻഡ് ദ കേർട്ടൻ? ഇങ്ങനെ സംഗതിയില്ലേ? അതേക്കുറിച്ച് അന്വേഷിക്കണ്ടേ? രാജ്യത്തിന് അറിയണ്ടേ? കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് അറിയണ്ടേ? മക്കൾക്ക് അറിയണ്ടേ? ഇതൊരു വെള്ളരിക്കപ്പെടണം. ഇതൊരു നീതിന്യായ സംവിധാനമുള്ള, ലോ എൻഫോഴ്സ്മെൻ്റ് ഒരു രാജ്യമല്ലേ? ആ രാജ്യത്ത് ആളുകൾക്ക് തോന്നും പോലെ തോന്നുന്ന സ്ഥലത്തൊക്കെ സ്ഫോടനം നടത്തി ആളുകളെ കൊന്നു ടപ്പേന്നവന് പോകാൻ പറ്റുമോ? ഹൂ ഈസ് ബിഹൈൻഡ് ദിസ്? ഈ ചോദ്യത്തിന് ഉത്തരവില്ല. അത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മലേഗാവിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അത് പക്ഷേ അതിന് വേറൊരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹിന്ദുത്വ സാഫ്രൻ ടെറർ എന്ന് പറയുന്ന ഒരു പ്രയോഗം വന്നത് അന്നാണ്. അതിൽ എന്താണെന്ന് ചോദിച്ചാൽ, അതിൽ രസകരമായ കാര്യം, അതിനെ സാഫ്രൻ ടെറർ എന്ന് പറയുന്ന വാക്ക് പോലും പ്രയോഗിക്കരുതെന്നുള്ളതായിരുന്നു BJPയുടെ RSSൻ്റെ ആവശ്യം. എന്ന് മാത്രമല്ല, അതിനെ ജിമ്മി പറഞ്ഞ മാതിരി അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെന്ന് വിചാരിക്കപ്പെടുന്ന ആളുകളെ, അല്ലെ പ്രതികളാക്കപ്പെട്ട ആളുകളെ, അവരെ കാൽപ്പനികവൽക്കരിക്കുകയാണ് സംഘപരിവാർ ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് 2019 9 വർഷം ഒരു സ്ഫോടന കേസിൽ, ഭീകരാക്രമണ കേസിൽ ജയിലിൽ കിടന്ന പ്രഗ്യാ സിംഗിനെ ഭോപ്പാലിൽ മത്സരിപ്പിക്കണം. ആർക്കെതിരെ? ദിഗ്വിജയ് സിംഗ് എന്ന് പറയുന്ന ഒരു സീസൺ പൊളിറ്റീഷ്യൻ, മധ്യപ്രദേശിൽ മുഖ്യമന്ത്രിയായിരുന്ന ഒരു മനുഷ്യനെതിരെയാണ് ഈ സ്ത്രീയെ പിടിച്ചുകൊണ്ടെന്ന് മത്സരിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു സന്ദേശം എന്താണെന്ന് നോക്കുക. എഗൈൻ അതിൻ്റെ റിസൾട്ട് എന്താ അറിയോ? 3,64,000 വോട്ടുകൾക്കാണ് പ്രഗ്യാ സിംഗ് ഈ സീസൺ പൊളിറ്റീഷ്യനായിട്ടുള്ള ദിഗ്വിജയ് സിംഗിനെ തോൽപ്പിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തുമാത്രം ഇന്ത്യൻ മനസ്സിനെ ഈ പറയുന്ന ഈ ആഖ്യാനങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഒരു ടെറർ കേസിൽ, ഒരു ബോംബ് സ്ഫോടന കേസിൽ 9 വർഷം ജയിലിൽ കിടന്ന ഒരു പ്രതി രണ്ടാം പക്കം വന്നിട്ട് മത്സരിക്കുകയാണ് ഒരു വയോധികനായ, വളരെ സീസൺഡായ ഒരു സീനിയർ പൊളിറ്റീഷ്യൻ, ഒരു മുൻ മുഖ്യമന്ത്രിക്കെതിരെ. ഇന്ന് ജനങ്ങൾ 8 ലക്ഷത്തിൽ ചില്ലാനും വോട്ടാണ് അവർക്ക് കൊടുക്കുന്നത്. അവരുടെ ഭൂരിപക്ഷം 3,64,000. ഇന്ത്യൻ സൈക്കെ എങ്ങനെ മാറും? ഇന്ത്യൻ ഞാൻ പറയുന്നില്ല, നന്നച്ചിരി ഉത്തരേന്ത്യൻ സൈക്കെ, ഹിന്ദി ഹൃദയഭൂമിയിലെ പൊതുമനസ്സ്, മനോഘടന എങ്ങനെ മാറി എന്നുള്ളതിനെ കുറിച്ച് ഒരു സംഗതി കൂടെയാണത്. അപ്പോൾ ഏറ്റവും ഒടുവിൽ മലേഗാവുമായി കുറ്റവിമുക്തരാക്കപ്പെട്ടിട്ടില്ലല്ലോ. ഇല്ല. അവരിപ്പോഴും ചില കേസിൽ കുറ്റവിമുക്തരാക്കിയിട്ടുണ്ട്. അന്ന് അവർ പ്രതിയാണ്. അവർ ജാമ്യത്തിൽ 9 വർഷം ജയിലിൽ കിടന്ന ശേഷം ജാമ്യത്തിൽ ഇറങ്ങിയതാണ്. ജാമ്യത്തിൽ ഇറങ്ങിയിട്ടാണ് മത്സരിക്കുന്നത്. നമുക്ക് അങ്ങനെ ഒരാൾ അങ്ങനത്തെ ആൾക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കാനെടുക്കുന്ന തീരുമാനമുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ മലേഗാവിലും പ്രതികളില്ലാതായി. ഈ ചോദ്യമാണ് അവിടെ വാങ്ങുന്നത്. സ്ഫോടനങ്ങൾ നടന്നിട്ടുണ്ട്, ആളുകൾ വ്യാപകമായി കൊല്ലപ്പെട്ടിട്ടുണ്ട്, കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആരാണ് പിറകിൽ? ഇതിനാരെങ്കിലും മറുപടി പറയണ്ടേ? നമ്മുടെ പ്രവീൺ സ്വാമി ഇപ്പോൾ ശേഖർ ഗുപ്തയുടെ പ്രിന്റിലാണ് പണി. ജോലി വിദേശ ഇന്റർനാഷണൽ അനാലിസിസ് ആണോ? ഒന്നും കാണുന്നില്ലല്ലോ. കൊണ്ടുണ്ട്. അപ്പോൾ സ്വയം പൊട്ടിത്തെറിക്കുന്ന ബോംബുകളുടെ നാടായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്.